മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സ എന്ന മസ്ജിദിലേക്ക് ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് റമദാനിലെ 24-ന്റെ വിശുദ്ധമായ രാവിലാണ്. ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിലേക്ക് വന്നതല്ല, അത് ലൈലത്തുൽ ഖദറിലായിരുന്നില്ല. ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഫ്രം ദ പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റ്സ് ടു ബൈത്തുൽ ഇസ്സ, അള്ളാഹുവിൻ്റെ സവിശേഷമായൊരു മസ്ജിദുണ്ടത്രേ ഒന്നാം ആകാശത്ത്. ഒന്നാം ആകാശം എന്ന് പറയുന്നത് നമ്മളെ കാണുന്ന നക്ഷത്ര ലോകങ്ങളുടെ പരിധിയുണ്ടെങ്കിൽ ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, വികസിക്കുന്ന പ്രപഞ്ചമെന്ന് ശാസ്ത്രകാരൻ വിളിക്കുകയും എന്നാൽ അനന്തമാണ്, ദിസ് യൂണിവേഴ്സ് ഇസ് ഇൻഫിനിറ്റ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ദിസ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ ക്രിയേറ്റഡ് മസ്റ്റ് ബി ഫൈനൈറ്റ്. സൃഷ്ടിക്കപ്പെട്ടതൊരിക്കലും അനന്തമാവൂല, അത് ഒരു ബൗണ്ടറി ഉള്ളതാ. പക്ഷെ ആ ബൗണ്ടറി എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വലഖദ് സയ്യന്ന സമാഅ അദ്ദുന്യ ബിമസാബിഹ്, ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്നത്. ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ എത്രയാ? ഭൂമിയിലെ നാടായ നാടിൽ മുഴുവൻ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തോളം ആകാശത്ത് അല്ലാഹു നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത് സയൻസാണ്. There are as many stars in the sky as much as the grains of sands in the earth. അപ്പോൾ എന്തായിരിക്കും പ്രപഞ്ചമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മീതെയാണ് ഒന്നാം ആകാശം. ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരമാണ്. ഒന്നിൽ നിന്ന് സമാഉ സാനിയ, രണ്ടാം ആകാശത്തേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3 4-ലേക്ക്, അങ്ങനെ 6-ൽ നിന്ന് 7-ലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്ന് 1-ലേക്കുള്ള ദൂരമാണ്. പക്ഷേ we yet don't know എത്രയാണ് ആ ദൂരമെന്ന് നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ആ സമാഉ ദുന്യയിൽ നിന്ന്, അവിടുത്തെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഭൂമിയിലേക്ക് ഖുർആൻ ഇറങ്ങിയത് 24-ാം രാവിലെ റമദാനിലെ. പക്ഷേ ആ ബൈത്തുൽ ഇസ്സയിലേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയത് റമദാൻ ലൈലത്തുൽ ഖദറിലായിരുന്നു. ഖുർആൻ ഇറങ്ങിയ ആദ്യ വചനം എന്താണ്? എത്ര മനോഹരമാണതല്ലേ! ആദ്യമായി പുണ്യനബിയോട് വിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകർക്ക് ദിവ്യമായ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടിറങ്ങിയ ആയത്തിൽ ചില പ്രത്യേകതയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക പ്രവാചകരെ. ആദ്യം പറഞ്ഞ വാക്കതല്ല, ഇഖ്റ, വായിക്കണം. ഈ ഫേസ്ബുക്കും വാട്സപ്പും വായിച്ചിരിക്കാനല്ല ഈ പറയുന്നത് കേട്ടോ. ഇന്റലക്ച്വൽ റീഡിങ് കൊടുക്കേണ്ടതാണോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകരെ, എല്ലാം സൃഷ്ടിച്ച ഒരു പടച്ച തമ്പുരാന്റെ നാമത്തിലാണ് വായിക്കേണ്ടത്. അള്ളാഹ് പേര് പറഞ്ഞോ ആദ്യത്തെ ആയത്തിൽ? ഇല്ല. അള്ളാഹു ആരാണെന്ന് നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ആരാണ്? പടച്ചവൻ. റബ്ബിക്, അങ്ങയെയും ഈ പ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന ഒരുത്തനുണ്ട്. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവൻ, എന്നാൽ കണ്ണുകളെയും സർവചരാചരങ്ങളെയും പടച്ചവൻ. ആ റബ്ബിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കണം. ആരാ റബ്ബ്? ആ റബ്ബിന് പലരും പല പേരിട്ട് വിളിക്കും. പല മതങ്ങളും പല പേരിൽ ദൈവത്തിന് പല പേരുകൾ ഇട്ടെന്ന് വരും. ആ റബ്ബ് എന്ത് ചെയ്തു? അല്ലദീ ഖലഖ്, അവനാണ് പടച്ചത്. ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്നെ ആര് പടച്ചു എന്നതാണ്. ഉമ്മയും വാപ്പയും പടച്ചു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഉമ്മാക്കും വാപ്പാക്കും ജനിക്കുന്ന മക്കൾ സുന്ദരി സുന്ദരന്മാരാവൂലേ? ഉമ്മാക്കും വാപ്പാക്കും പടക്കാൻ പറ്റുമെങ്കിലേ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല മക്കളായി സുന്ദരി സുന്ദരന്മാരായി ജനിക്കണം എന്നല്ലേ ഏത് ഉമ്മയും വാപ്പയും ആഗ്രഹിക്കുക. പക്ഷേ ഒരു സ്പേം സെൽ ഉമ്മയുടെ ഓവറിയിലേക്ക് കടക്കുന്നതോടുകൂടെ ഉമ്മയ്ക്കും വാപ്പാക്കും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി നടക്കുന്നത് മുഴുവൻ വളരെ ഹൈലി ഇൻ്റലക്ച്വലായ ഒരു രക്ഷിതാവിൻ്റെ പ്രവർത്തനമാണ്. അതെങ്ങനെ ഒരു റാൻഡം പ്രോസസ്, അതെങ്ങനെ ഒരു ബൈ ചാൻസ് എന്ന് പറയാ? ഇത്രയും കോംപ്ലിക്കേറ്റഡായ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് മനുഷ്യൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇത്രമേൽ മനുഷ്യൻ, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്, ഇത്രേ പറയാൻ പറ്റൂ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സൃഷ്ടിപ്പ് നടത്തിയവൻ എന്ന് മാത്രമല്ല, ആദ്യം ഖുർആൻ പറഞ്ഞത് അല്ലദീ ഖലഖ്,
എല്ലാം പടച്ചവൻ. ആ പടച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ അങ്ങ് വായിക്കണം. മുസ്ലിം ഉമ്മത്തിനോട് ഖുർആനിൻ്റെ ആദ്യത്തെ ആഹ്വാനം വായിക്കണം, പഠിക്കണമെന്നാണ്. സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, വിദ്യാഭ്യാസം വേണം. വെറും യൂട്യൂബും റീൽസും കണ്ടിരുന്നാൽ പോരാ, പഠിക്കണം. പഠിക്കണം, കണ്ടന്റുകൾ ഉണ്ടാവണമെങ്കിൽ വായിക്കണം. പുസ്തക വായന വേണം. നല്ല നല്ല ഇൻ്റലക്ച്വലുകളുടെ പുസ്തകങ്ങൾ, വിശുദ്ധ ഖുർആനടക്കം, ഹദീസുകളടക്കം, ബയോഗ്രഫി അടക്കം, ചരിത്രങ്ങളടക്കം, ഹ്യൂമൻ ഹിസ്റ്ററി പഠിക്കണം, സയൻസ് പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പിന്നെ പറഞ്ഞു, മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ഇഖ്റ, വായിക്കണം. വറബ്ബുക്കൽ അക്രം, അങ്ങയുടെ രക്ഷിതാവ് അതീവ ഔദാര്യനാണ്, പടച്ചവൻ ദയാലുവാൻ. എങ്ങനെ കിട്ടും? പഠിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലദീ അല്ലമ ബിൽ ഖലം, വീണ്ടും പറയുന്നത് പേനയെക്കുറിച്ച്. അല്ലമ ബിൽ ഖലം, മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവനാണ് അള്ളാഹു. ഹമ്മറാബിയുടെ ശില്പങ്ങളെക്കുറിച്ച് നമ്മൾ പറയും, എഴുത്തിനെക്കുറിച്ച് പറയും. നൈൽ നദിയുടെ തീരത്ത് ജീവിച്ചുപോയ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറയും. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പറയും. അവരൊക്കെ എഴുതിയതുകൊണ്ടാണ്, രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ആ ചരിത്രം നമുക്കെന്ന് മനസ്സിലായത്. അവരെ എഴുതാൻ ആരാണ് ഇൻസ്പയർ ചെയ്തത്? ആരവരെ തോന്നിപ്പിച്ചു? തിന്നാൻ വകയില്ലാതെ ഓടി നടക്കുന്ന കാലം, ഒരു നേരം കഞ്ഞി വെക്കാൻ വകയില്ലാതെ ഓടി നടന്ന ആദ്യ മനുഷ്യർ എന്തിന് എഴുതി വെച്ചു? അവർക്ക് ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ എഴുതി വെക്കാൻ? ആരാണ് അവരെ പ്രേരിപ്പിച്ചത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറക്ക് നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ പ്രതിനിധീകരിക്കണം, അതുകൊണ്ട് എഴുതണം, പാറകളിലും തോലുകളിലും എല്ലുകളിലും. അല്ലമ ബിൽ ഖലം, he is the one who taught man the use of pen. മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചവനാണ് രക്ഷിതാവ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനറിയാത്ത അറിവുകളെ മനുഷ്യന് അറിവായി നൽകിയവനാണ് ആ പടച്ചവൻ. മനുഷ്യൻ്റെ അറിവിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. iPhone 17 ഇറങ്ങുമ്പോൾ 16-നേക്കാളും ഒരു ഇച്ചിരി ഒന്ന് ഫോർവേഡ് വരും അല്ലേ? ചിലർ വലിയ കാര്യമൊന്നുമില്ല, ക്യാമറ അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ, എന്നാലും കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ അവർ ശ്രമിക്കും. ഇനി ഒരു 18 ഇറങ്ങുമ്പോൾ 17-നേക്കാളും കൂടുമോ കുറയോ? കൂടും അല്ലേ? എന്നാൽ പിന്നെ ഈ അറിവ് മൊത്തം മനുഷ്യൻ ആദ്യം പഠിച്ചോ കൊടുത്തുകൂടായിരുന്നോ? അല്ല, ഗ്രാജ്വലി മനുഷ്യ ലതർക്കബുന്ന തബഖൻ അൻ തബഖ്, യു വിൽ ബി അഡ്വാൻസിങ് ഗ്രാജ്വലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അല്ലെങ്കിൽ ലോകം ബോറടിക്കൂലേ? എല്ലാം ആദ്യം കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. പടച്ചവൻ്റെ ഫൈൻ ട്യൂണിങ് ഓഫ് ദ ക്രിയേഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് പുണ്യനിബിതങ്ങളോട് വിശുദ്ധ ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തിയത് ശരീരത്തെ പടച്ചവൻ അവനാണ്, പ്രപഞ്ചത്തെ പടച്ചവനും ആ റബ്ബാണ്. ആ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണം. ഈ 5 ആയത്തിലും അല്ലാഹ് എന്ന പേര് റബ്ബ് തആല ഉപയോഗിച്ചില്ല. പിന്നെ അല്ലാഹു ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ ശേഷം, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ഇങ്ങനെയൊക്കെ അറിവുണ്ടായി മാലാഖമാരെ പോലെ ഔന്നിത്യമുള്ളൊരു ജീവിതം നയിക്കേണ്ട മനുഷ്യന്റെ കയ്യിലേക്ക് 4 കാശ് വന്നാൽ എന്ത് സംഭവിക്കുന്ന? ആദ്യത്തെ 5 ആയത്ത് 6-ാമത്തെ ആയത്ത് പൈസയെക്കുറിച്ചാണ് പറയണത് ഖുർആൻ. ഖല്ലാ, പ്രവാചകരെ അങ്ങ് വിചാരിച്ചതുപോലെയല്ല കാര്യം, മനുഷ്യന്മാർ വാദിക്കുന്നതുമല്ല വിഷയം, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ ഭൂമിയിൽ അരാജകത്വം ചെയ്യും, തോന്നിവാസം ചെയ്യും, അനീതി ചെയ്യും, അതിക്രമം ചെയ്യും. എപ്പോ? അർആഹു ഇസ്തഗ്നാ, എന്നെ തൊടാൻ ആരുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യന് വന്നാൽ, നിയമവും സംവിധാനവും എൻ്റെ കൂടെയുണ്ട്, കോടതികളെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയും, എൻ്റെ കയ്യിൽ ക്യാഷുണ്ട്,
എന്നെ തടയാൻ ആരുണ്ടിവിടെ എന്ന് മനുഷ്യന് ധിക്കാരത്തിൻ്റെ ഭാവം വന്നാൽ ഈ പ്രപഞ്ചത്തിൽ അനീതി അഴിഞ്ഞാടുന്ന അവസ്ഥ കാണാൻ കഴിയും. പ്രവാചകരെ, മനുഷ്യനോട് പറയാ, മനുഷ്യൻ ഹമ്പിളാവണം. മനുഷ്യൻ നിസ്സാരനാണ് അല്ലേ? ഒരു മിനിറ്റ് നേരം 2 മിനിറ്റിനുള്ളിൽ ശ്വാസം വലിക്കാൻ പറ്റാതെ നമ്മൾ ഔട്ടായി പോകും. ഉറക്കത്തിലെങ്ങാനും ശ്വാസം വലിക്കാൻ മറന്നുപോയ എന്തായനെ? അതൊക്കെ അള്ളാഹു സംവിധാനം വെച്ച് നമ്മൾ അടിപൊളിയുടെ ഉറങ്ങി എണീക്കല്ലേ. എങ്ങാനും ശ്വാസം വിടാൻ നിയ്യത്ത് വേണമെന്നെങ്ങാനും ആവശ്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മറന്നുപോകില്ലേ? എന്നിട്ടാണ് ഈ മനുഷ്യൻ ഈ ഹുങ്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അത്ഭുതമാണല്ലേ. ഖുർആൻ പറയാ, ഖല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. എൻ്റെ കയ്യിൽ കാശുണ്ട്, എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ സ്വഭാവം കണ്ടു തുടങ്ങും. അത് പുറത്തു വരും. കൂടെയുള്ളവരോട് നിസ്സാരത്തിൻ്റെ കണ്ണുകളോടെ നോക്കാൻ തുടങ്ങും. തൻ്റെ പിറപ്പുകളോടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയാതെ വരും. തൻ്റെ സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാതെ വരും. എന്ത്? എനിക്ക് ആരെയും ആവശ്യമില്ലല്ലോ, എനിക്കിഷ്ടം പോലെ പണമുണ്ടല്ലോ, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്, നിയമപാലകരെ എനിക്ക് പിടിക്കേണ്ട കാര്യമില്ല, എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് തോന്നുന്ന മുഴുവൻ ആളുകളും ഈ പ്രപഞ്ചത്തിൽ അരാജകത്വം ചെയ്തു കൂട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. സത്യമല്ലേ അത്? ഖുർആന്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര കൃത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യന് സമ്മാനമായി നൽകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത് മനുഷ്യൻ സന്തോഷിച്ച് വിജയിക്കുക എന്നതാണ്. ഈ ലോകത്തെ വിജയം, നമ്മൾ സന്തോഷിക്കാനാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കാശ് കയ്യിൽ വന്നാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന്. 16,000 ആളുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. 16,000 മനുഷ്യന്മാർ, 16,000 പീപ്പിൾ. ഇംഗ്ലീഷുകാർ പിന്നെ അങ്ങനെ ഒരു പണിക്ക് ഇറങ്ങിയ പിന്നെ അതങ്ങ് അറ്റം വരെ പോകും. 16,000 മനുഷ്യന്മാരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. എവിടെയാണ് നിങ്ങളുടെ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ 35%, 35% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. കൂടെയുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കപ്പെടുന്നു. അത് കിട്ടിയാൽ, കാശില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് വിജയം എന്ന് 35% ആളുകൾ. ഈ 16,000-ലെ 35%. 28% പറഞ്ഞു സംതൃപ്തമായിട്ട് ജീവിക്കുക, അതന്നെ വിജയം എന്ന് പറഞ്ഞാൽ. അർദിള, കണ്ടന്റ്മെന്റ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയും. പുണ്യ നബി തങ്ങൾ ഇതിനെപ്പറ്റി ഒരു ഹദീസുണ്ട്. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്. സമ്പൽ സമൃദ്ധി, സമ്പാദ്യം, മുതലാളിയാവുക എന്നൊക്കെ പറഞ്ഞത് കുറേ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുക എന്നതല്ല. ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്. സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ കാശുണ്ടാവലല്ല. എത്ര കാശുണ്ടായാലും ആർക്കെങ്കിലും അത് മതിയായിട്ടുണ്ടോ? 10 ഷോപ്പ് തുടങ്ങുന്നു, 11ാമത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. എനിക്ക് മതി, എനിക്കും മക്കൾക്കും ജീവിക്കാൻ ഇത് തന്നെ ധാരാളം. അല്ല, 100 ആകുമ്പോൾ ഒരു 101 വേണം, 1001 നമുക്ക് അമേരിക്കയിൽ തുടങ്ങണം. അങ്ങനെ ആലോചിക്കുക. മനുഷ്യൻ അങ്ങനെയാണ്, ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ ബികഥറത്തിൽ അർദ്. സമ്പാദ്യം ഒരുപാടുണ്ടാക്കി കൂട്ടുക എന്നതല്ല മനുഷ്യൻ മുതലാളിയാവുക എന്ന് പറയുന്നത്. ആരാണ് മുതലാളി എന്നറിയോ? വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ തോന്നണം, എനിക്ക് അല്ലാഹു നൽകിയതിൽ ഞാൻ സംതൃപ്തനാണ്. അത് തോന്നുന്ന ആളാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് പോവർട്ടി? പോവർട്ടി ഈസ് വോൺസ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആവശ്യം എന്നാണ്. അവർക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട്, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, വീടിൻ്റെ ആവശ്യമുണ്ട്, ചികിത്സക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാ. ഒരു മുതലാളിക്ക് തോന്നുക, എനിക്ക് പൈസ മതിയായിട്ടില്ല, ഇനിയും ആവശ്യമുണ്ട്, ഇനിയും കാശ് വേണം, അപ്പം അയാൾ ദരിദ്രനാണെന്നാണ്. നേരെ മറിച്ച് കയ്യിൽ ഒന്ന് ജീവിച്ച് തട്ടിമുട്ടിപ്പോകാനുള്ള വകയെ കയ്യിലുള്ളൂ. അൽഹംദുലില്ലാഹ്, പടച്ചോനെ നീ കൂടുതൽ തന്നാൽ ഞാൻ സ്വീകരിക്കും റബ്ബേ.
അതിന് കുഴപ്പമൊന്നുമില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്നതിനർത്ഥം സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം മഹാനവറുകൾ അസുഖമൊക്കെ മാറി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹീഹായ ഹദീസാണ്. മഹാനവറുകൾ ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അയ്യൂബ് നബിയെ ആ പരിശുദ്ധമായ വെള്ളത്തിലങ്ങ് കാലുകൊണ്ട് ചവിട്ടിക്കോളൂ. സ്ട്രൈക്ക് വിത്ത് യുവർ ഫീറ്റ്. നിങ്ങൾ ആ വെള്ളത്തിലും അവിടെ നിന്ന് ചവിട്ടിയാൽ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളവും വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരു മനോഹരമായ ഒരു കുളമുണ്ട് അയ്യൂബ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒമാനിലെ സലാലയിൽ ചെന്നാൽ കാണാൻ കഴിയും. മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അത് തണുത്തതാണ് എന്ന് പറഞ്ഞു. സലാലയിൽ പോയവരുണ്ടാ? നല്ല തണുപ്പുള്ള വെള്ളമാണത്. അതിൻ്റെ ചുറ്റും മലകളാണ്. ഞാൻ ആ കുളത്തിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടേ, ഒരു 10 പ്രാവശ്യം ഒന്നും ആവില്ല. എപ്പോഴും ചിൽഡ് വാട്ടർ, തണുത്തതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ബാരിദ്. എപ്പോഴും ഏത് ചൂടുകാലത്ത് പോയാലും ആ കുളത്തിൽ നീന്തി കുളിക്കാൻ പറ്റുമല്ലോ, വെള്ളം കുടിക്കാൻ പറ്റും. അയ്യൂബ് നബിക്ക് അല്ലാഹു ഇട്ട് കൊടുത്ത അതിൻ്റെ പരിസരത്തൊന്നും വെള്ളം കാണില്ല. ഒരു 3 മലകളുടെ താഴ്വാരത്താണ്. അവിടെ ഇറങ്ങി വരാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി. ഇപ്പം കുറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് താഴേക്ക്. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ ജറാദുകൾ, ലോക്കസ്, നമ്മളെ വെട്ടുകിളികൾ എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല സാധനം. നമ്മളെ പുൽച്ചാടിയെപ്പോലെ കാണുന്ന ഒരു പക്ഷികളിൽ ഏറ്റവും ചെറിയ പക്ഷി പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ പോലെയുള്ള സാധനം, സ്വർണത്തിൻ്റേത് ദേഹത്ത് ഇങ്ങനെ വീഴുന്നത് മഹാൻ കാണുകയാണ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കുളിയൊക്കെ നിർത്തി അദ്ദേഹം ഇങ്ങനെ അത് പെറുക്കാൻ നടന്നു എന്ന്. അപ്പോൾ അസുഖം മാറാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ ഈ അവിടെ കാലുകൊണ്ട് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും, കുടിക്കുക, കുളിക്കുകയും ചെയ്ത്. അപ്പോൾ കുളിൻ്റെ ഇടയിലാണ് ഈ സ്വർണത്തിൻ്റെ ലോക്കസ്റ്റുകൾ ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുന്നത്. കുളിയൊക്കെ നിർത്തിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ പെറുക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ചോദിച്ചു, അലം ഉഗ്നിക അൻക യാ അയ്യൂബ്, അയ്യൂബ് നബിയെ, ഈ സ്വർണത്തിൻ്റെ ഇതൊക്കെ വാരിയെടുക്കേണ്ട വല്ല ആവശ്യങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം തന്നിട്ടില്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, നിന്റെ അനുഗ്രഹം ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ മാത്രമൊന്നും അയ്യൂബായിട്ടില്ല പടച്ചോനെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മൾ പെട്ടെന്ന് അഹങ്കരിച്ചു പോകും. അത് പാടില്ല. സ്റ്റേ കാം, സ്റ്റേ ഹംബിൾ. എത്ര സമ്പാദ്യമുണ്ടെങ്കിലും നമ്മൾ പച്ചയായ മനുഷ്യരാ, ആരുടെ മണ്ണിലേക്ക് പോകാനിരിക്കുന്നവരാ. ആ ബോധത്തിൽ ജീവിച്ചാൽ മതിയല്ലോ. സമ്പാദ്യം എന്നത് കുറേ കിട്ടലല്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. നമുക്കൊരു വീടുണ്ട്, ആ വീട് കണ്ട് സന്തോഷിക്കുക, കണ്ണ് ചിമ്മിയിട്ട് ആലോചിക്കുക, പടച്ചവനെ, ഇരിക്കാനൊരു കൂരയില്ലാത്ത എത്രയായിരം കോടിക്കണക്കിന് ആളുകൾ സഹാറ മരുഭൂമിയിലുണ്ട് എന്ന് നമുക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിലില്ലേ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലില്ലേ? അള്ളാഹു എനിക്കൊരു വീടുണ്ടല്ലോ. എന്നാലും ഇപ്പോൾ എൻ്റെ വീട് 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ, മറ്റവൻ്റെത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് 8000 ഉണ്ടല്ലോ, 15,000 ഉണ്ട്. എന്തിനാ അത് ആലോചിക്കേണ്ട കാര്യം? നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ മുതലാളിമാരാണ്. ദുനിയാവിൽ ഇപ്പോൾ യൂസുഫ് അലിഖാൻ്റെ വീടിൻ്റെ അത്ര എൻ്റെ വീടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഓരോരുത്തർക്ക് കൊടുത്തു. യുഅ്തീഹി മൻ യശാ. പടച്ചോൻ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളവർക്ക് ബിഗൈരി ഹിസാബ് ചിലപ്പോൾ അങ്ങ് വാരിക്കോരി കൊടുത്തെന്ന് വരും. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണോ? അല്ല. എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് നിങ്ങൾ മുതലാളിയാണെന്നത് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിലെ പൈസയിലല്ല. ഖൽബിൽ തോന്നണം, എൻ്റെ ഭാര്യ, ലോകത്ത് കുറേ സുന്ദരിമാരുണ്ടായിരിക്കാം, എനിക്കെൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണ്, അൽഹംദുലില്ലാ. എനിക്കെൻ്റെ മക്കള് എൻ്റെ കണ്ണിലുണ്ണിയാണ്. എൻ്റെ ജോബ്, എനിക്ക് ലുഖ്മത്തു ഐഷ്, എനിക്ക് ജീവിക്കാൻ വക നൽകുന്ന എൻ്റെ ജോബാണ്, അൽഹംദുലില്ലാ. നല്ല ജോബ്, കൂടുതൽ സാലറി ഉള്ളത് കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഉള്ളത് ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്. പലരും നാട് വിട്ടുപോയി അമേരിക്കയിലും കാനഡയിലുമൊക്കെ സെറ്റിലാവും. എന്തേ? നമ്മളെ നാട്ടിൽ സ്റ്റാൻഡേർഡ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. സമ്പാദ്യവും പറമ്പും ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നാട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളില്ലേ? എന്ത് ജീവിക്കാൻ കൊള്ളൂല? അത് പിന്നെ നമുക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ജീവിക്കാം. എൻ്റെ നാടും എൻ്റെ ഗ്രാമവും എനിക്ക് സ്വർഗമാണ് എന്ന് വിചാരിച്ചാൽ ആ മനുഷ്യനോളം സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സന്തോഷം അല്ലാഹു നൽകിയതാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് കുറേ കിട്ടിയാലാ സന്തോഷിക്കാൻ. അല്ല, അതിനാണ് പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാൻ. അതുകൊണ്ട് പറഞ്ഞു, അൽ ഖനാഅതു കൻസുൻ ലാ തഫ്നാ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. തീർന്നു പോകാത്ത നിധിയാണ്.
നിങ്ങൾ വാഹനം ഓടിക്കുന്നു, ഒരു സ്വിഫ്റ്റ് കാറാണ് ഉള്ളതിൽ, മാരുതി 800 ഒക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ച്, അതൊക്കെ അന്ന് കാറായാൽ മതിയായിരുന്നു അല്ലേ. കാറിലാ വന്നതെന്ന് പറയാം. ചൂടുക്കണ കാലത്താണെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട്, അപ്പോൾ ചങ്ങാതി ആ ഗ്ലാസ് താത്തി കൂടെ കാറ്റ് വന്നൂടെ, ഈ ചൂടത്ത് എന്തിനാ ഗ്ലാസ് പൊക്കിയിട്ട് ടൗണിലൂടെ, ആൾക്കാർ വിചാരിച്ചോട്ടെ AC ഉണ്ടെന്നേ. എന്നിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ പൊങ്ങച്ച മനുഷ്യന് വന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുമക്കൾ പോലും ഒരു വാഹനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാങ്ങണം എന്നാണ് വാപ്പയോട് പറയാം. നമ്മളൊരു വാഹനം എങ്ങനെ തട്ടിയൊപ്പിച്ചു, നമ്മുടെ അയൽവക്കക്കാരനോ കുടുംബക്കാരനോ അതിലും മുന്തിയ വണ്ടിക്ക് വന്ന വാപ്പാൻ്റെ വണ്ടിയിൽ നിന്ന് ഈ മക്കൾ ആ വണ്ടിയിലേക്ക് ഓടും ഇല്ലേ. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എൻ്റെ വാഹനം എനിക്കത് ബുറാഖാണ്, എൻ്റെ വാഹനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്, അത് മതി. പിന്നെ വലുതല്ല തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷേ വലുത് കിട്ടുന്നത് വരെ ഞാൻ സന്തോഷിക്കില്ല എന്ന് പറയല്ലേ. ഇവിടെ തന്നെ ഈ നിമിഷം നീ സന്തോഷിക്കണം. ഇതുപോലും ഇല്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ആലോചിക്കണം. അതിനാണ് ഖനാഅ എന്ന് പറയാ. ഇനിയിപ്പോൾ ഈ സദസ്സിൽ മുതലാളിയല്ലാത്ത ആരാളുള്ളതും കൈപൊക്കിയാട്ടെ. ഈ പറഞ്ഞ ആശയം മനസ്സിലായിട്ട് എനിക്കിപ്പോഴും തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ മുതലാളിമാരായി മാറി. സമയം 7:30 മണിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇത്ര നേരം കൊണ്ട് മുതലാളിമാരായി നമ്മൾ മാറിക്കഴിഞ്ഞു കേട്ടോ. ഇനി വെറുതെ ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കണ്ട, ചിരിച്ചോളൂ. പുഞ്ചിരി എന്നത് സ്വതക്കയാണെന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു മറ്റേ പാർട്ടിക്കാരനാണ്, ഇവിടുത്തുകാരനാണ്, പിന്നെ അവൻ എനിക്കെതിരെ പറഞ്ഞ ആളാണ്. ഇത് എന്ത് ഹല്ലിവല്ലി. ലോകം വിശാലമാണ്, അതിനെ ഒരു നാരോ മൈൻഡിലൂടെ നോക്കാൻ പാടില്ലെന്നാണ്. മനുഷ്യരോട് പുഞ്ചിരിച്ചാൽ അവർക്ക് ദാനമുണ്ട്, പൈസ കൊടുത്ത പ്രതിഫലമാണ്. ഒരാളുടെ കയ്യിൽ കാശ് കൊടുത്താൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ സന്തോഷമാണ് നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ, സന്തോഷമാണ് നിങ്ങൾ അയാളിലേക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് ചിരിക്കുന്നത് നിങ്ങൾക്ക് ദാനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ റസൂൽ നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ലോക മനുഷ്യർക്ക് മാതൃകയാകുന്ന സമൂഹമാണെന്ന് പറയും. നമ്മൾ ആരൊക്കെ കല്ലെറിഞ്ഞാലും, കുറേ കല്ലേറൊക്കെ തടുക്കാൻ അനിൽ സാറൊക്കെ ഇടപെടാറുണ്ട്. സാർ പോയോ? ഞാൻ പറയാം, അനിൽസാറ് ഞാൻ കണ്ടപ്പോൾ അനിൽസാർ ഇത്ര ഹൈറ്റില്ല എന്ന് എനിക്ക് തോന്നി. അനിൽസാർ എന്നെ കണ്ടപ്പോൾ ഞാൻ വലിയ ഹൈറ്റുള്ള ആളാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അനിൽസാർ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതന്നെ അനിൽസാറാണ്. ആ ചിരിയാണ് ആ ട്രേഡ് മാർക്ക്. ഒരുപാട് സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും പല ജീർണതകളെയും അദ്ദേഹം തുറന്നടിച്ച് സംസാരിക്കാറുണ്ട്, ഡിഫെൻഡ് ചെയ്യാറുണ്ട്. എത്രയാണ് ഏറ് വരുന്നത്? ഏറുകൾ ഇങ്ങനെ കുറേ വന്നാൽ ഏത് അയൺ ഡോമിനും തടുക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ ഉമ്മത്തിനെതിരെ ധാരാളം ഏറ് വരുന്നുണ്ട്. കുറേയൊക്കെ ചില അയൺ ഡോമുകളൊക്കെ, അൻസാറെ പോലെയുള്ള ഡോമുകളൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാലും കുറേ നമ്മുടെ തലക്ക് വന്ന് വീഴുന്നുണ്ട്. വീണോട്ടെ, എന്നാലും നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ ഹബീബിൻ്റെ ചര്യയിൽ ജീവിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയും. നമ്മുടെ മനസ്സുകൊണ്ട് സന്തുഷ്ടരാണ്, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾക്ക് ഇവിടെയും സന്തോഷമാണ്, മരണത്തിന് ശേഷവും സന്തോഷമാണ്. ആ ഒരു ജീവിതമാണ് വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് 16,000 ആളുകളുടെ ആ ഒരു സർവേയിൽ 35% ആളുകൾ പറഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് സ്നേഹമാണ്. 28% പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. 17% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടായാൽ അതന്നെ വിജയം, മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കുക. 7% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിവാഹം കഴിച്ച് തനിക്ക് സങ്കടവും സന്തോഷവും പങ്കുവെക്കാൻ കൂടെ ഒരു ഭാര്യയുണ്ടെങ്കിൽ, തൻ്റെ കൂടെ ഒരു ഭർത്താവുണ്ടെങ്കിൽ അതാണ് വിജയമെന്ന് 7%. 5.5% 5.5% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് കാശ് തന്നെയാണ്, പൈസ വേണം എന്ന് പറഞ്ഞു. 4% ആളുകൾ പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ജനിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത് എന്ന് പറഞ്ഞത് 4% ആളുകൾ. ഈ സർവേ എന്ന് പറഞ്ഞതിൽ അതിൽ വേറൊരു സൈക്കോളജി ഉണ്ട്. ഈ സർവേ ആയിരിക്കും ഇനി 1 കോടി മനുഷ്യരിൽ നമ്മൾ നടത്തിയാലും അതിൻ്റെ റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. നമ്മൾ കാണാറില്ലേ ഇലക്ഷൻ്റെ തൊട്ട് ശേഷമൊക്കെ ചില പ്രവചനങ്ങൾ നടക്കുന്നത്, അതങ്ങനെ തന്നെയായി പുലരുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് ഹ്യൂമൻ സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് സുബ്ഹാനല്ലാഹ്. സന്തോഷമെന്നത് ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സന്തോഷമെന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനത്തിലുണ്ട്.
നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കാണുന്ന കൊച്ചു പക്ഷികളുടെ ശബ്ദ, അവരുടെ ആ കളകൂജനത്തിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ട്. ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാരുണ്യത്തിൽ സന്തോഷമുണ്ട്. അള്ളാഹു ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇടമെന്ന് പറയുന്നത് ഖൽബാണ്, ഹൃദയമാണ്. എല്ലാ സന്തോഷവും കിടക്കുന്നത് ഖൽബിലാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ വർക്ക് പ്ലേസിലല്ല, നമ്മുടെ കമ്പനിയിലല്ല, നമ്മുടെ ഫാക്ടറിയിലല്ല, നമ്മുടെ വീട്ടിലുമല്ല. ഇതൊക്കെ കിടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു, അലാ ബിവേ, അറിയണം അറിയണം, ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുമ്പോഴാ പുണ്യനിബിതങ്ങൾ അലാ എന്ന വാക്ക് പറയാ. അറിയണേ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, there is a morsel of flesh in the human body. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഒരു മാംസകഷ്ണം, ബോണല്ല, മാംസകഷ്ണം, ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവം. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. If that is sounds, the entire body is sounds. നിങ്ങളുടെ ആ അവയവം ആരോഗ്യമുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ശരീരം മുഴുവനും നല്ലതാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ ഒരവയവം കേടുവന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവനും കേടുവരും. അലാ, വീണ്ടും പറഞ്ഞു അല, അറിയണേ, വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. അത് നന്നാവാതെ മേക്കപ്പെട്ടിട്ട് കാര്യമില്ല പെങ്ങളെ. അത് ശരിയാവാതെ നമ്മുടെ നൈക്കിൻ്റെ പാൻറ്റിട്ട് നടന്നിട്ടൊന്നും കാര്യമുണ്ടോ? നമ്മൾ ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ വലിയ ഫോണും വലിയ എക്സ്പെൻസീവ് കാറിൻ്റെ കീയും കയ്യിൽ പിടിച്ചു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയം നന്നാവാതിരുന്നാൽ ഖൽബാണ് വിഷയം, ഹൃദയമാണ് താരം എന്ന് പറയാൻ പറ്റും. ഖൽബാണ് താരം, അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? ഇത് നന്നാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ചാരിറ്റിക്കോ നമ്മുടെ ഈ ട്രസ്റ്റിനോ 5 പൈസ നിങ്ങളോട് ഫീസ് വാങ്ങിയിട്ടല്ല ഈ പരിപാടി നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ ഒരു ചിലവ്, ഒരു റെസീറ്റ് ഇവിടുന്ന് തരൂല. നിങ്ങളായിട്ട് തീരുമാനിക്കുന്നു. ഈ സദസ്സിലിരുന്നു കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ ശുദ്ധിയാക്കിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ സദസ്സ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക് സൈക്കോളജിയിലൂടെ നമ്മൾ കടന്നുപോയി. എനിക്കൊരു 30 ടോപ്പിക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരു പക്ഷേ അതിന് ഒരു 3-3.5 മണിക്കൂറെങ്കിലും ആവശ്യമായിട്ട് വരും. പക്ഷേ ഞാനതിന് ചെറിയ ചങ്ക്സ്, കുറച്ച് ക്യാപ്സ്യൂളുകളായിട്ട് മാത്രം അതിനെ ഞാൻ ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഒന്ന്, വിജയമെന്ന് പറയുന്നത് ആരാധനയിലൂടെയാണ്, ഇബാദത്ത്. നമ്മളെ ഒന്ന് ഒറ്റക്കിരുത്തി നമ്മളും പടച്ചവനും തമ്മിൽ മാത്രം ഹൃദയത്തെ ബന്ധിപ്പിച്ച്, നമ്മുടെ ഫോണുകൾ ഓഫ്, റിങ് ചെയ്യുന്നില്ല, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് നമ്മൾ പടച്ചവന് വേണ്ടി റിസർവ് ചെയ്യുന്ന സമയമാണ്. അതാണ് 5 വക്ത നിസ്കാരം. അത് കമ്പൽസറി അപ്പോയിൻമെൻറ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ അപ്പോയിൻമെൻറ്റുകൾ വേറെ എടുക്കാം, സുന്നത്ത് നിസ്കാരം. പക്ഷെ കമ്പൽസറി അപ്പോയിൻമെൻറ്റ്, അള്ളാഹു പറയുന്നു, ഈ നിമിഷം യു ഷുഡ് ബി ഇൻ മൈ ഓഫീസ്. ഇതാണ് പഞ്ചിങ് ടൈം, ഇതാണ് നിങ്ങൾ ചെക്കൗട്ട് ടൈമിങ്. ഈ സമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ നീ വന്നിരിക്കണം. അതാണ് 5 വക്ത നിസ്കാരം എന്ന് പറയുന്നത്. ആ ആരാധനയെങ്ങാനും പടച്ചവൻ വേണ്ടവർ ചെയ്താൽ മതി, ഒരു സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടി ഫർദ് നിസ്കരിക്കൂല എന്നാ. നിർബന്ധിച്ചപ്പോൾ നമ്മൾ കയറിയിറങ്ങുന്നുണ്ട്, നാട്ടുകാരെ പേടിച്ചിട്ടെങ്കിലും. മരിച്ചാലെങ്കിലും വിളിച്ചു പറയില്ലേ, നിസ്കരിക്കാത്ത പയ്യനായിരുന്നു, അതുകൊണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യും? കമ്പൽസറിയാണ്. പടച്ചവൻ നിർബന്ധമായും എൻ്റെ മുമ്പിലേക്ക് നീ വരണം. മഹാന്മാർ പറയാം, അതങ്ങനെ ഓപ്ഷനാക്കിയിരുന്നെങ്കിൽ എല്ലാവരും ആ ഓപ്ഷൻ എടുത്ത് പോയേനെ. അതങ്ങനെയല്ലേ ഉള്ളൂ, വേണ്ട, നിർബന്ധമല്ലല്ലോ, പോട്ടെ എന്ന് പറയും. അല്ല, നിർബന്ധമാണ്. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാൻ, ഇത് ഖുർആനല്ല, ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹുവിൻ്റെ വചനം. പക്ഷെ ഹദീസായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ അടിമ, എൻ്റെ ദാസൻ, ഞാൻ പടച്ച മനുഷ്യർ എനിക്ക് ചെയ്തു തരുന്ന ആരാധനകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത്
ഞാൻ അവരോട് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോഴാണ്. 5 വക്ത നിസ്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാര്യമായിട്ടൊരു സ്ഥലത്ത് വരണം എന്ന് ഒരാളോട് പറഞ്ഞു, മസ്റ്റാണ്, എക്സ്ക്യൂസ് പറയരുത്, വന്നിരിക്കണം. ആ മനുഷ്യൻ അന്ന് വന്നില്ല, പിറ്റേ ദിവസവും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, 3 ദിവസം കോൺസിക്യൂട്ടീവായിട്ട് വന്നു അയാൾ. പക്ഷെ നിങ്ങൾ പറഞ്ഞ അന്ന് ഇയാൾ വന്നിട്ടില്ല. അപ്പോൾ 3 പ്രാവശ്യം വന്ന ആ ഓപ്ഷൻ വേണമെങ്കിൽ വന്നാൽ മതിയായിരുന്നു. അത് ഈ ദിവസം വരെ നിർബന്ധം, അന്ന് വന്നില്ല, ബാക്കി കുറേ വന്നു. നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഏതാ? എന്ന് വരലായിരുന്നു? ആ പറഞ്ഞ അന്ന് വരലല്ലേ? ഫർളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത്. ഫർള് ചെയ്യാതെ കുറേ ചിലരുണ്ട്, കടം വാങ്ങിയിട്ട് മുങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും മനുഷ്യനോട് കടം, അള്ളാഹു തആല മനുഷ്യരെ സഹായിക്കാൻ പറഞ്ഞു. പക്ഷെ അത് ചില ആളുകൾ മുതലെടുത്തപ്പോൾ മനുഷ്യന്മാരെ സഹായിക്കേണ്ടായി. ഹലാല് കൊണ്ട് മനുഷ്യനെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. മനുഷ്യൻ സഹായിച്ചാൽ കടം വാങ്ങിച്ചു, പിന്നെ ഫ്ലക്ച്വേഷൻ വരും, വാല്യൂ വ്യത്യാസം വരും. അതൊന്നും മനുഷ്യർ കണക്ക് പറഞ്ഞ് പലിശ വാങ്ങരുത്. അത് മനുഷ്യന് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ വേണ്ടെന്ന് പറഞ്ഞ്. പലിശ എന്ന് പറയുന്നത് പൈസയെ പെരുപ്പിക്കലാണ്. പലിശ എന്ന് പറഞ്ഞാൽ 1000 ഈ 1000 1100 ആക്കുക. എങ്ങനെ? ആ പൈസ അത്രേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ പെരുപ്പിക്കല്? മനുഷ്യൻ അധ്വാനിക്കണം, ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ട് പലിശ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു. മനുഷ്യനെ സഹായിക്കണം. മനുഷ്യൻ കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ആളുകൾ കടം കൊടുക്കാതെയായി. കടം വാങ്ങിക്കുന്ന ആളുകൾക്ക് പണ്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ പേടിക്കുന്നത് കടം കൊടുത്ത ആൾക്കാരാണ്. കാരണം വാങ്ങിച്ചവനോടെങ്ങാനും സമയമായില്ലടോ, 2 കൊല്ലമായില്ലേ, ഒരു മാസത്തിന് വാങ്ങിച്ച് 2 കൊല്ലമായില്ലേ എന്ന് ചോദിച്ചു പോയാൽ 2 വർഷം മുമ്പ് തന്നെ സഹായിച്ച ആ മനുഷ്യനെ പിന്നെ ശത്രുവായിട്ടാണ് കാണുക. ആരെ? സഹായിച്ച മനുഷ്യനെ. അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയല്ലേ? അതുകൊണ്ട് ആളുകൾ ആ പരിപാടി നിർത്തി. അതുകൊണ്ട് മനുഷ്യന് ഹറാമിനെ, പലിശയെ ആശ്രയിക്കുകയേ പിന്നെ വഴിയുള്ളൂ. എന്തേ? ഹലാലിൻ്റെ വഴിയെ നമ്മളങ്ങ് മൂടിവെച്ചു. ഞാൻ പറയുന്നത്, കടം തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കെ ആ കടം തിരിച്ചു കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇഷ്ടപ്പെടുന്നത്? എടോ, അതിൻ്റെ ഗിഫ്റ്റൊന്നും വേണ്ടില്ലായിരുന്നു, ആ കൊടുത്ത് വാങ്ങിച്ചു പോയ 1000 രൂപ അതങ്ങ് തന്നാൽ പോരെ. അതുകൊണ്ടാണ് നിസ്കാരം ഖളാ ആയിപ്പോയ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നത് അവർക്ക് ഹറാമായിരിക്കും എന്ന് പറയുന്നത്. അതിനർത്ഥം മനസ്സിലാക്കാണ്ട് പോവല്ലേ. ആ പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കാനുള്ള ളുഹറും അശറും മഗ്രിബും ഇഷാവും പ്രായപൂർത്തിയായ ഇടം മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഫർള്, അത് ഖളാ ഉള്ള ആള് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്ക് സമയമുണ്ടോ? ആ സുന്നത്തിനെ ഫർളായിട്ട് ഖളാ വീട്ടുക. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഒരു സുബഹി ഞാൻ ഖളാ വീട്ടുന്നു. അല്ലാഹു അക്ബർ. ഇത് ഖളാ വീട്ടലാണ് ആവശ്യം, എന്തല്ല സുന്നത്ത് നിസ്കരിക്കലല്ല. ഇപ്പോൾ തറാവി നിസ്കരിക്കാൻ ഇമാമിൻ്റെ കൂടെ തറാവി നിസ്കരിക്കുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്നു. 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മിനിമം 10 സുബഹി ഖളാ വീട്ടാം. ആൾ നിസ്കരിക്കേണ്ടത് സുബഹി ഖളാ വീട്ടലാണ്, സുന്നത്തല്ല. എന്ന് വിചാരിച്ച് എനിക്ക് നിസ്കാരം ഖളാ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സുന്നത്ത് ഹറാമാണ്, ഞാൻ വീട്ടിൽ പോവാണ്. അങ്ങനെയല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ, നിസ്കരിക്കാൻ സൗകര്യം തോന്നുന്നുണ്ടോ, ഫർള് ഖളാ വീട്ട്, സുന്നത്തല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബാധ്യത അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ ബാധ്യതയില്ലാത്തതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനിഷ്ടം ബാധ്യതകൾ നിറവേറ്റലാണ്. നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടലാണ് വേണ്ടത്. നോമ്പ് ഖളാ വീട്ടാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴൊക്കെ നോക്കുന്നുണ്ട്. ഒരു നിയ്യത്തങ്ങ് വെച്ചാൽ മതി, എൻ്റെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത് ഞാൻ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുകയാണ്. അത് ചെയ്യണം. നിർബന്ധമായതാണ് സുന്നത്തിനേക്കാൾ അല്ലാഹുവിനിഷ്ടം. ക്ലിയർ ആയല്ലോ? ചിലരെന്ത് മനസ്സിലാക്കുന്നറിയോ? നിസ്കാരം ഖളാ വീട്ടാനുണ്ട്, എനിക്കിനി സുന്നത്ത് പാടില്ല, എനിക്ക് ഹറാമാ, ഞാൻ പോവാണ്. നീ പോവല്ല, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് ഖളാ വീട്ടിക്കോ, സുബഹി ഖളാ വീട്ടിക്കോ. 4 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ളുഹർ ഖളാ വീട്ട്. ഓരോ ളുഹറിൻ്റെ കൂടെയും ഒരു ളുഹർ, അസറിൻ്റെ കൂടെ ഒരു അസർ. ചിലർ പറയും കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഒക്കെ വെറുതെ പറയാ. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ട ഈ പണി ചെയ്യാതെ 4 ദിവസം കഴിഞ്ഞു പോയി, ആ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ വിടുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് പിന്നെ പറയാം, ആരോ പറഞ്ഞു പിന്നെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകണ്ടേ, കുടുങ്ങിപ്പോകും, പാലത്തുമ്പോൾ കുടുങ്ങിപ്പോകും. ഒരു ബ്രിഡ്ജ് കിടക്കാനുള്ള ആളുകളാണ് നമ്മൾ. സിറാത്ത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് മനുഷ്യൻ ഇബാദത്ത് ചെയ്യണം, ആരാധന ചെയ്യണം.
അതുകൊണ്ടാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഹബീബ് കടന്നു പോകുമ്പോൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. പ്രവാചകരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ തങ്ങൾക്കില്ല കേട്ടോ, വളരെ പ്രയാസമുള്ള ഒരു മാനസിക സംഘർഷമുള്ള ഒരു അനുഭവം ഹബീബിനുണ്ടായാൽ, ഗുളിക കുടിക്കുകയാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഡോക്ടറെ പോയി കാണിക്കണോ? ആദ്യം ചെയ്യേണ്ട മരുന്ന് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ അടിക്കുന്നൊരു വിഷയം വന്നു. നമ്മളൊക്കെ പബ്ലിക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അനുസാർക്ക് നമുക്ക് ഒരുപാട് ഏറ് വരും. ഏറെന്ന് പറഞ്ഞാൽ ചെരുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ എറിയുക, അതൊക്കെ കൊള്ളേണ്ടി വരുന്നതാണ്. നമ്മൾ പൊതുരംഗത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിൻ്റെ കഥയിലേക്ക് പറയണ്ട, നമുക്ക് എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ 5 ലക്ഷം കടമുണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഫസിഅ ഇലസ്സലാഹ്. വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ടേ 2 റക്അത്ത് നിസ്കരിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇൻറ്റേർണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷറുണ്ടാവും വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. അതൊക്കെ ലഘൂകരിക്കാൻ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ഹബീബാ നബിക്ക് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, വാങ്ക് വിളിക്കൂ ബിലാലേ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ എന്ന് പറയേണ്ട വാക്കുകൾക്ക് പകരം പുണ്യനബി പറയാറുണ്ടായിരുന്നത് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, ആ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്, ആ നിസ്കാരം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ, നിസ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം തരൂ ബിലാലേ. അങ്ങനെ പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്ന ബിഹാ, അരിഹ്ന റാഹത്ത് എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് അരിഹ്, അരിഹ്നി, അരിഹ്ന, അരിഹ്ന ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് സന്തോഷം തരണേ. വാങ്ക് വിളിക്കും ബിലാലേ, ഇഖാമത്ത് കൊടുത്തോളൂ. നമ്മളാ നിസ്കരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് നൽകുന്ന ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരം എൻ്റെ മനസ്സിന് ഞാൻ നൽകുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അതൊരു ചികിത്സയാണ്, അതൊരു ചികിത്സയാണ്. സമാധാനം അവിടെ കിട്ടും. മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ, വിജയത്തിൻ്റെ ആണിക്കല്ലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് മഹാന്മാർ പറയാറുള്ളത്, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, റമദാൻ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ നേരമായി എന്ന് കേൾക്കുമ്പോൾ, വാങ്കുലി ശബ്ദം കേൾക്കുമ്പോൾ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ആനന്ദത്തിൻ്റെ ആന്തോളനമുണ്ടത്രേ. ആനന്ദത്തിൻ്റെ ചില തിരകൾ ഇങ്ങനെ മനസ്സിലടിച്ചു വീശുന്നു.